എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ കഥാപരമ്പര തുടങ്ങുകയാണ്. നീലക്കടലാസിലെ കനവുകൾ. ഈ പ്രണയകഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അധ്യായം 1. ആദ്യത്തെ കണ്ടുമുട്ടൽ. പഴയ ആ മോട്ടോർ സൈക്കിളിന്റെ ഹൃദയമിടിപ്പ് പോലെ താളാത്മകമായ ശബ്ദം ആ മൺപാതയിൽ പ്രതിധ്വനിച്ചു. വർഷം 2001. കലണ്ടറിലെ താളുകൾ മെയ് മാസത്തിന്റെ ചൂടിലേക്ക് മറിഞ്ഞിരിക്കുന്നു. നഗരങ്ങളിൽ പതുക്കെ പതുക്കെ ഇന്റർനെറ്റ് കഫേകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഗ്രാമം ഇപ്പോഴും പഴയൊരു പാട്ടുപോലെ സാവധാനത്തിലാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. മൊബൈൽ ഫോണുകൾ അപ്പോഴും ഒരു അത്ഭുതമായി മാത്രം അവശേഷിക്കുന്ന കാലം. ദൂരങ്ങൾ അളന്നിരുന്നത് കിലോമീറ്ററുകൾ കൊണ്ടല്ല, മറിച്ച് ഒരു കത്ത് മറുനാട്ടിൽ നിന്ന് എത്താനെടുക്കുന്ന ദിവസങ്ങൾ കൊണ്ടായിരുന്നു. റോഡിനിരുവശവും തണൽ വിരിച്ചു നിൽക്കുന്ന റബ്ബർ മരങ്ങൾ. അവയ്ക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശം ആകാശിന്റെ മുഖത്ത് വെളിച്ചവും നിഴലും മാറി മാറി തീർത്തു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും പുകപടലങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന അവന് ആ കാറ്റ് ഒരു ഔഷധമായിരുന്നു. ബാഗിന്റെ പുറകിൽ കെട്ടിവെച്ച തന്റെ പഴയ ഗിറ്റാർ ഇടയ്ക്കിടെ വണ്ടിയിലിരുന്ന് തട്ടുന്നുണ്ടായിരുന്നു. ആ തടിപ്പലകകളുടെ ശബ്ദത്തിന് പോലും അവന് പ്രിയപ്പെട്ട ഒരു ഗാനത്തിന്റെ ഈണമുണ്ടായിരുന്നു. വഴിയിലുടനീളം അവൻ കണ്ട കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ലാവണ്യമുണ്ടായിരുന്നു. കുളക്കടവിൽ തുണി അലക്കുന്നവർ, പാടവരമ്പിലൂടെ നടന്നു പോകുന്ന കർഷകർ, സൈക്കിൾ ബെല്ലടിച്ച് കടന്നു പോകുന്ന പാൽക്കാരൻ. ഇതെല്ലാം അവൻ തന്റെ നഗര ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയവയായിരുന്നു. മുത്തച്ഛന്റെ ശ്രീനിലയം തറവാട്ടിലേക്കുള്ള വഴി അവന് പരിചിതമാണ്. എങ്കിലും ഓരോ തവണ വരുമ്പോഴും ഈ നാട് ഒരു പുതിയ പുസ്തകം പോലെ അവനെ വിസ്മയിപ്പിക്കും. ആ ഗ്രാമത്തിലെ കാറ്റിനു പോലും ഒരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. മണ്ണിന്റെയും ഉണങ്ങിയ ഇലകളുടെയും അങ്ങ് ദൂരെ ക്ഷേത്രത്തിലെ ചന്ദനത്തിരിയുടെയും കലർന്നൊരു സമ്മിശ്ര ഗന്ധം. പടിപ്പുര എത്താറായപ്പോൾ ആകാശ വണ്ടി നിർത്തി. വണ്ടിയുടെ എഞ്ചിൻ അണഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ നിശബ്ദതയിൽ പക്ഷികളുടെ ചിലക്കലുകൾ കൂടുതൽ വ്യക്തമായി കേട്ടു. പടിപ്പുരയ്ക്ക് മുകളിൽ പടർന്നു കിടക്കുന്ന പടവലവും കാക്കപ്പൂക്കളും അവനെ സ്വാഗതം ചെയ്തു. ആ മുറ്റത്ത് ഒരു വലിയ ഇലഞ്ഞിമരമുണ്ട്. ആകാശിന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. മുറ്റമാകെ പൊഴിഞ്ഞു കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കൾ. അവയുടെ ഗന്ധം ശ്വസിക്കുമ്പോൾ അവന് തന്റെ ബാല്യം തിരികെ ലഭിച്ചതുപോലെ തോന്നി. ആരാത്? ആകാശാണോ? അകത്തുനിന്ന് മുത്തച്ഛൻ മാധവൻ നായരുടെ ഘനഗംഭീരമായ ശബ്ദം കേട്ടു. പഴയ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണടമൂക്കിന്റെ തുമ്പത്തേക്ക് താഴ്ത്തിവെച്ച് അദ്ദേഹം പുറത്തേക്ക് നോക്കി. ആകാശും മുത്തച്ഛനും തമ്മിലുള്ള ബന്ധം വാക്കുകൾക്കപ്പുറമായിരുന്നു. ആകാശിന്റെ അച്ഛൻ നഗരത്തിൽ ബിസിനസ് തിരക്കുകളിൽ മുഴുകിയപ്പോൾ അവന് സാഹിത്യവും സംഗീതവും പകർന്നു നൽകിയത് ഈ മനുഷ്യനായിരുന്നു. മുത്തച്ഛന്റെ തറവാട് ഒരു വിജ്ഞാനകോശം പോലെയായിരുന്നു. അവിടെ നിറയെ പഴയ പുസ്തകങ്ങളും ഗ്രാമഫോൺ റെക്കോർഡുകളും ഉണ്ടായിരുന്നു. നീങ്ങെത്തിയോ? ട്രെയിൻ ലേറ്റായിരുന്നോ? മാധവൻ നായർ ചാരുകസേരയിൽ നിന്ന് പണിപ്പെട്ട് എഴുന്നേറ്റ് വന്നു. ഇല്ല മുത്തച്ഛ, കായംകുളത്തിറങ്ങി അല്പം വൈകി. ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നി വഴിയിൽ നിർത്തി. ആകാശ് ചിരിച്ചുകൊണ്ട് തന്റെ തോളിലെ ബാഗ് താഴെ വെച്ചു. തറവാടിന്റെ തണുപ്പുള്ള തറയിൽ കാൽ തൊട്ടപ്പോൾ അവനൊരു പ്രത്യേക അനുഭൂതി തോന്നി. സിമന്റ് തറയല്ല, മറിച്ച് പഴയ തടി കൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിച്ച ആ വീടിന് ഒരു ജീവനുള്ളതുപോലെ അവന് തോന്നി. ലക്ഷ്മിയമ്മേ, ദേ ആകാശ് എത്തി. അവൻ നല്ലൊരു ഇഞ്ചി ചായയും 4 മണി പലഹാരവും കൊടുക്ക്. മുത്തച്ഛൻ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. തറവാട്ടിലെ കാര്യസ്ഥയും പാചകക്കാരിയും ഒക്കെയായ ലക്ഷ്മിയമ്മ ഓടിവന്നു. അവരുടെ മുഖത്തെ സ്നേഹം നിറഞ്ഞ ചിരി കണ്ടപ്പോൾ താൻ സ്വന്തം അമ്മയുടെ അടുത്തേക്കെത്തിയ ആശ്വാസം അവന് തോന്നി. അവർ അവന് വേണ്ടി നേരത്തെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു. ആകാശ് തന്റെ മുറിയിലേക്ക് നടന്നു. മുകളിലത്തെ നിലയിലുള്ള ആ മുറി അവന് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. തടിപ്പലകകൾ പാകിയ നിലം, മുകളിൽ ഓടുമേഞ്ഞ മേൽക്കൂര. മുറിയുടെ ജനൽ തുറന്നാൽ ദൂരെ പാടശേഖരം കാണാം. അസ്തമയ സൂര്യൻ ആകാശത്ത് ചായം പൂശിയ ആ പാടം ഒരു വലിയ കാൻവാസ് പോലെ തോന്നിപ്പിച്ചു. അവൻ ജനാലയ്ക്കലിരുന്നു. മേശപ്പുറത്ത് പഴയൊരു റേഡിയോ ഇരിക്കുന്നു. അവൻ അത് മെല്ലെ തിരിച്ചു. തരംഗങ്ങൾക്കിടയിലെ കരകരപ്പിന് ശേഷം ആ പഴയ മെലഡി ഒഴുകി വന്നു. നീലക്കടലാസിലെ മൗനം വായനശാലയിലെങ്ങും കാത്തിരിപ്പിന്റെ നിശ്വാസം മീര തന്റെ കൺകളിൽ. ആകാശം അലിയും നിമിഷം പ്രണയം പൂക്കും മനസ്സിൽ. റേഡിയോയിൽ അക്കാലത്തെ ഹിറ്റ് ഗാനം ഒഴുകി വന്നു. ആ സംഗീതം കേട്ടപ്പോൾ അവന്റെ മനസ്സ് ശാന്തമായി. പക്ഷെ ആ ശാന്തതയ്ക്ക് പിന്നിൽ എവിടെയോ ഒരു അപരിചിതമായ കാത്തിരിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഈ അവധിക്കാലം തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുകയാണെന്ന് അപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല. താൻ എഴുതാൻ പോകുന്ന പാട്ടുകൾക്കും കവിതകൾക്കും ഈ ഗ്രാമം ഇത്രമാത്രം ആവേശം നൽകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കുളി കഴിഞ്ഞ് സന്ധ്യാനേരത്ത് ആകാശ് ഉമ്മറത്തെത്തി. മുത്തച്ഛൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ അന്തരീക്ഷത്തിനൊരു പുണ്യം തോന്നി. സന്ധ്യാദീപത്തിന്റെ പ്രകാശത്തിൽ മുത്തച്ഛന്റെ മുഖം കൂടുതൽ പ്രസന്നമായി കാണപ്പെട്ടു. പ്രാർത്ഥന കഴിഞ്ഞ് മുത്തച്ഛൻ അവനരികിലിരുന്നു.
ചുറ്റും ഇരുട്ട് പടരുമ്പോൾ മിന്നാമിനുങ്ങുകൾ മുറ്റത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇത്തവണ എത്ര ദിവസം കാണും? മുത്തച്ഛൻ ചോദിച്ചു. 1 മാസം മുത്തച്ഛ. കോളേജ് തുറക്കാൻ സമയമുണ്ട്. ഇവിടെ ഇരുന്ന് കുറച്ച് പാട്ടുകൾ എഴുതണം, വായനശാലയിൽ പോകണം. നഗരത്തിലെ ആ യന്ത്രതുല്യമായ ജീവിതത്തിനിടയിൽ ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. മുത്തച്ഛൻ ചിരിച്ചു. നല്ലത്. ഈ ഗ്രാമം നിന്നെ നിരാശപ്പെടുത്തില്ല. ഇവിടെയുള്ള ഓരോ മരത്തിനും ഓരോ കഥ പറയാനുണ്ടാകും. നാളെ രാവിലെ നിനക്ക് വായനശാല വരെ ഒന്ന് പോകാം. കുറെ പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിനക്ക് ചിലപ്പോൾ നിന്റെ കവിതകൾക്ക് പുതിയ വരികൾ ലഭിച്ചേക്കാം. രാത്രിയിൽ കാറ്റിൽ ഇലഞ്ഞിപ്പൂക്കളുടെ മണം മുറിയിലേക്ക് ഇരച്ചു കയറി. ആകാശ് തന്റെ ഡയറി തുറന്നു. ആദ്യത്തെ പേജിൽ അവൻ ഇങ്ങനെ കുറിച്ചു: 2001 മെയ് 10. ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമുള്ള ഈ രാത്രിയിൽ ഞാൻ എന്റെ ഏകാന്തതയെ സ്നേഹിച്ചു തുടങ്ങുന്നു. ഈ നിശബ്ദതയിൽ ഞാൻ ആരോടൊക്കെയോ സംസാരിക്കുന്നത് പോലെ. അപ്പുറത്തെ പറമ്പിൽ ഒരു പുല്ലാങ്കുഴൽ നാദം ഉയരുന്നത് അവൻ കേട്ടു. ആരോ ഒരാൾ വളരെ വേദനയോടെ, അല്ലെങ്കിൽ അത്രമേൽ ആഴത്തിൽ പ്രണയിച്ചുകൊണ്ട് ആ സംഗീതം പൊഴിക്കുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇരുട്ടിൽ മിന്നാമിനുങ്ങുകൾ വെളിച്ചം വിതറുന്നുണ്ടായിരുന്നു. ആകാശത്തെ നോക്കി നിൽക്കുമ്പോൾ അവൻ ചിന്തിച്ചു, ഈ ഗ്രാമത്തിൽ തനിക്കായി എന്തോ ഒന്ന് കാത്തിരിക്കുന്നുണ്ട്. ആ രാത്രിയിൽ അവൻ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ തന്റെ അയൽപ്പക്കത്തെ വീട്ടിലെ ഒരു ജനാലയ്ക്കൽ ഒരു പെൺകുട്ടി ഇരുന്ന് കവിതകൾ കുറിക്കുകയാണെന്നും അവൾ അവനു വേണ്ടി മാറ്റിവെച്ച വരികളാണ് ആ കാറ്റ് തലോടുന്നതെന്നും അവൻ അറിഞ്ഞില്ല. മീര എന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കും അവളുടെ കത്തുകളിലേക്കും അവൻ പതുക്കെ നടന്നു തുടങ്ങുകയായിരുന്നു. പ്രണയത്തിന്റെ ആദ്യത്തെ വിത്ത് ആ രാത്രിയിൽ മണ്ണിൽ വീണു കഴിഞ്ഞിരുന്നു. സൂര്യപ്രകാശം മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തി തറവാടിന്റെ ഉമ്മറത്ത് സ്വർണ്ണ നിറത്തിലുള്ള കോലങ്ങൾ വരച്ചിട്ടു. പക്ഷികളുടെ ചിലക്കലുകൾ കേട്ടാണ് ആകാശ് ഉണർന്നത്. നഗരത്തിലെ അലാറം ശബ്ദത്തെക്കാൾ എത്രയോ മനോഹരമാണ് ഈ സ്വാഭാവികമായ ഉണർത്തൽ എന്ന് അവൻ ചിന്തിച്ചു. ലക്ഷ്മിയമ്മ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശബ്ദവും മുത്തച്ഛൻ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്ന ശബ്ദവും ആ വീടിന് ഒരു ജീവൻ നൽകി. കുളി കഴിഞ്ഞ് ഈറൻ മാറിയപ്പോൾ ആകാശിന് ഒരു വല്ലാത്ത ഉന്മേഷം തോന്നി. മുത്തച്ഛൻ പറഞ്ഞതുപോലെ ഗ്രാമത്തിലെ വായനശാലയിലേക്കും ക്ഷേത്രത്തിലേക്കും ഒന്ന് പോകാൻ അവൻ തീരുമാനിച്ചു. തോർത്തുമുണ്ട് തോളിലിട്ട് പഴയൊരു കുർത്തയും മുണ്ടും ധരിച്ച് അവൻ പുറത്തിറങ്ങി. ആ വേഷത്തിൽ അവൻ ഒരു ശുദ്ധ ഗ്രാമീണനായി തോന്നിപ്പിച്ചു. ആകാശെ, വായനശാലയിൽ പോകുകയാണെങ്കിൽ അവിടെ പത്മനാഭൻ പിള്ള കാണും. അവനോട് മുത്തച്ഛൻ അന്വേഷിച്ചെന്ന് പറയണം. മുത്തച്ഛൻ പത്രത്തിന് മുകളിലൂടെ നോക്കി പറഞ്ഞു. ശരി മുത്തച്ഛ. ആകാശ് ചിരിച്ചുകൊണ്ട് പടിപ്പുര കടന്നു. ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ ഇടയ്ക്കിടെ കാണുന്ന പരിചയക്കാർ അവനെ നോക്കി പുഞ്ചിരിച്ചു. മാധവൻ നായരുടെ കൊച്ചുമകനല്ലേ എന്ന ചോദ്യം പലരുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. വഴിയരികിലെ വേലികളിൽ പടർന്നു കിടക്കുന്ന തുമ്പപ്പൂക്കളും മുക്കുറ്റിയും അവനെ സ്വാഗതം ചെയ്തു. ക്ഷേത്രക്കുളത്തിന് അരികിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഒന്ന് നിൽപ്പിച്ചു. ആൽമരത്തിന്റെ തണലിൽ ശാന്തമായി കിടക്കുന്ന കുളം. അവിടെ വെള്ളമോളം വെട്ടുന്നത് നോക്കി നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പോഴാണ് അവൻ അവളെ ആദ്യമായി കണ്ടത്. ക്ഷേത്രത്തിന്റെ പടവുകൾ ഇറങ്ങി വരികയായിരുന്നു അവൾ. വെളുത്ത സെറ്റ് മുണ്ടും നേരിതും ധരിച്ച് നനഞ്ഞ മുടി പിന്നിയിട്ട് നെറ്റിയിൽ ഒരു ചെറിയ ചന്ദനക്കുറി തൊട്ട ഒരു പെൺകുട്ടി. അവളുടെ കയ്യിൽ ഒരു പൂജപാത്രമുണ്ടായിരുന്നു. അവളുടെ നടത്തത്തിന് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. ആകാശ് അറിയാതെ അവിടെ നിന്നുപോയി. അവന്റെ ഹൃദയമിടിപ്പ് പതുക്കെ വർദ്ധിക്കുന്നത് അവൻ അറിഞ്ഞു. അവൾ പടവുകൾ ഇറങ്ങി ആകാശിന് അരികിലൂടെ നടന്നുപോയി. ആ നിമിഷം കാറ്റിൽ ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധത്തോടൊപ്പം കാച്ചിയ എണ്ണയുടെയും ചന്ദനത്തിന്റെയും ഒരു സമ്മിശ്ര ഗന്ധം അവനെ പൊതിഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ ആകാശിന് തോന്നി. കരിമഷി എഴുതിയ ആ കണ്ണുകളിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ആ ഒരു ഒറ്റ നോട്ടം 1000 വാക്കുകളേക്കാൾ വാചാലമായിരുന്നു. അവൾ നടന്നു നീങ്ങുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിന്നു. അവൾ ആരാണെന്നോ എവിടെ നിന്നുള്ളവളാണെന്നോ അവൻ അറിയില്ലായിരുന്നു. പക്ഷേ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം ഇവിടെ തുടങ്ങുകയാണെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. ക്ഷേത്രത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ നേരെ വായനശാലയിലേക്ക് നടന്നു. പഴയൊരു കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു അത്. മരത്തിന്റെ പടവുകൾ കയറി ചെല്ലുമ്പോൾ പുസ്തകങ്ങളുടെ ആ പഴയ ഗന്ധം അവനെ സ്വീകരിച്ചു. അവിടെ ഇരുന്ന പത്മനാഭൻ പിള്ള അവനെ കണ്ടപ്പോൾ വലിയൊരു ചിരി പാസാക്കി. ആഹാ, മാധവന്റെ കൊച്ചുമകൻ എത്തിയോ? ഇന്നലെ എത്തിയെന്ന് കേട്ടു. അതെ പിള്ളേട്ട, മുത്തച്ഛൻ അന്വേഷണം പറഞ്ഞു. ആകാശ് പുസ്തകങ്ങൾക്കിടയിലൂടെ കണ്ണോടിച്ചു. ഇവിടെ പുതിയ കുറെ നോവലുകൾ വന്നിട്ടുണ്ട്. നിനക്ക് താല്പര്യമുള്ളതെടുത്തോ? ആകാശ് ഓരോ പുസ്തകങ്ങളായി മറിച്ചു നോക്കി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ഒരു കവിതാ സമാഹാരത്തിൽ തടഞ്ഞു. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ കടലാസ് കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ മനോഹരമായ കൈപ്പടയിൽ ഒരു വരി എഴുതിയിരുന്നു. നഷ്ടപ്പെടുമെന്ന് കരുതിയ പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ തോന്നുന്ന ആ ആശ്വാസം, അതാണ് പ്രണയം. ആ വരികൾ വായിച്ചപ്പോൾ ആകാശിന്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. ഇതവൾ എഴുതിയതാകുമോ? ഈ വായനശാലയിൽ അവളും വരാറുണ്ടോ? ആ ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ ഒരു തിരമാല പോലെ ഉയർന്നു. അവൻ ആ പുസ്തകം കയ്യിലെടുത്തു.
തിരികെ തറവാട്ടിലേക്ക് നടക്കുമ്പോൾ ആകാശിന്റെ മനസ്സ് നിറയെ ആ കണ്ണുകളായിരുന്നു. ഗ്രാമത്തിലെ ആ പ്രഭാതം അവന് നൽകിയത് വെറുമൊരു കണ്ടുമുട്ടലായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ പ്രണയത്തിന്റെ ആമുഖമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ മുത്തച്ഛൻ അവനെ നോക്കി ചോദിച്ചു, എന്താടാ ഒരു വല്ലാത്ത സന്തോഷമുഖത്ത്? ഒന്നുമില്ല മുത്തച്ഛ, ഈ നാട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ആകാശ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. രാത്രിയിൽ അവൻ തന്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു: 2001 മെയ് 11. ഇന്ന് ഞാൻ പ്രണയത്തെ കണ്ടുമുട്ടി. വാക്കുകളില്ലാത്ത വെറുമൊരു നോട്ടത്തിലൂടെ കൈമാറിയ പ്രണയം. ആ കണ്ണുകൾ എന്നോടെന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സംഭാഷണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ദൂരെ ആ പഴയ തറവാട്ടിലെ ജനാലയ്ക്കൽ ഒരു ചെറിയ വെളിച്ചം കണ്ടു. അവിടെ മീര തന്റെ ഡയറിയിൽ ആ അപരിചിതനായ യുവാവിനെ കുറിച്ച് എഴുതുകയായിരുന്നു. ഒരു പുസ്തകത്തിന്റെ 2 താളുകൾ പോലെ അവർ പതുക്കെ അടുത്തു തുടങ്ങുകയായിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.